എസ് കെ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത് അവിടെ നിയമത്ത് 6764 വോട്ട് ശിവൻകുട്ടി ജയിക്കുന്ന പറയുന്നത്. ശിവൻകുട്ടി അണ്ണൻ പറഞ്ഞു. എസ് കെ അണ്ണൻ പറയുന്നത് നിയമത്ത് മാത്രമല്ല ഭരണ തുടർച്ച ഉറപ്പിക്കൂടി രാവിലെ ഉറപ്പിക്കണം അണ്ണൻ. നമ്മുടെ ശിവൻകുട്ടി ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രവചനം നടത്താനുള്ള കപ്പാസിറ്റി എങ്ങനെ വന്നോ എന്തോ. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് താനും അല്ലേ? ഓവർ ടു വി ശിവൻകുട്ടി. നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് നിയമമണ്ഡലം ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് നേമത്ത് ഉറപ്പായിട്ട് വിജയിച്ച് വരുന്നു. നല്ല മത്സരമാണ് നടന്നിട്ടുള്ളത്. അപ്പൊ വി ശിവൻകുട്ടി ചേട്ടൻ വലിയ പ്രതീക്ഷ വെച്ച് പുറത്താണ്. ജയിക്കുമെന്ന് തന്നെ നിയമത്തെ ജയിക്കുമെന്ന് തന്നെ പറയാണ്. കഴിഞ്ഞ തവണ അവിടെ നിയമത്തെ ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവാണ് വി ശിവൻകുട്ടി. ഇക്കുറി ഞാൻ ഉറപ്പിച്ച് പറയാം, വി ശിവൻകുട്ടിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. ഒരു തർക്കവുമില്ല. കാര്യം നോക്കിയാൽ ആരെയൊക്കെ കാണുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ, അത് കഴിഞ്ഞാൽ കെ ശബരിനാഥൻ, ഈ ചെറിയ ഏട്ടന്മാരാണ്. അതികടുത്ത ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം. ശിവൻകുട്ടി ആലോചിക്കുന്നുണ്ടാവും എന്തിനോ ഇവര് രണ്ടുപേരും എന്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്നത്. ഏതെല്ലാം മണ്ഡലം ഉണ്ടായിരുന്നു കേരളത്തിൽ. എസ് കെ ശിവൻകുട്ടി ചേട്ടൻ ആദ്യം പറഞ്ഞത് ഞാൻ നിയമത്ത് മത്സരിക്കാനില്ല എന്ന് ആദ്യം പറഞ്ഞായിരുന്നു. മാത്രമല്ല എസ് കെ അവിടെ നിയമത്ത് CPM ശിവൻകുട്ടിയല്ല മറ്റാരുമില്ല. അണ്ണൻ ശിവൻകുട്ടിയാണെന്നല്ലാതെ അവിടെ യാതൊരു സാധ്യതയില്ല. ശിവൻകുട്ടിയാണ് അവിടെ വളരെ പോപ്പുലറാണ്. എസ് കെ ഒന്നും പറയണ്ട. എസ് കെ എത്ര വർഷം എസ് കെ ഒരു ചെറിയ അനുഭവം പറഞ്ഞോട്ടെ. എസ് കെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന കാലമാണ്, ഒരു സംഘർഷ കാലമാണ്. ശിവൻകുട്ടിയെ വിളിച്ചു, അണ്ണാ പ്രശ്നമാണ്, ഒരു GP വന്നിങ്ങി ഇറങ്ങി, മുണ്ട് മടക്കി 6 പിള്ളേരെ അടിക്കാൻ ചാടി ഇറങ്ങി. ആ കാലമാണ്. ആ കാലത്ത് അന്ന് മുതൽ അങ്ങനെ കട്ടക്ക് നിൽക്കുന്ന ആളാണ്. ഇന്നാണ് വന്ന വരവ് തിരിച്ചങ്ങ് കൊണ്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.